ഹായ് നമസ്കാരം. ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വലിയ കാര്യമായിട്ടുള്ള ഡേറ്റാസ് അല്ല ഉള്ളത്. ഒന്ന് യു.എസിൻ്റെ ഒരു പീസ് പ്ലാനിനെ കുറിച്ചിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഉക്രൈനും റഷ്യയും അംഗീകരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ള ആയിട്ടില്ല, അതിനെക്കുറിച്ചിട്ടൊന്നും ആയിട്ടില്ല. പിന്നെ ടി സി എസിനൊരു 1050 കോടി രൂപയുടെ ഒരു ഫൈന് വന്നിട്ടുണ്ട്. അത് ടി സി എസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഫൈനല്ല, എങ്കിലും മാർക്കറ്റിൽ സ്വാധീനിക്കുന്ന ഒരു ചെറിയൊരു നെഗറ്റീവ് ഫാക്ടർ അതാണ് എന്നുള്ളതാണ് അവിടെ ആദ്യം പറയാനുള്ളത്. അപ്പോൾ ഡയറക്റ്റായിട്ട് നമുക്ക് ഇന്ന് മാർക്കറ്റിലേക്ക് തന്നെ കിടക്കാം. കാര്യമായിട്ടുള്ള വലിയ ഡേറ്റാസ് ഒന്നുമില്ല. മാർക്കറ്റ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന സൈക്കോളജിക്കൽ ലെവലായിട്ടുള്ള 26,000 മേളിൽ തന്നെയാണ് സ്റ്റിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയ ആണ് 26,000 എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ ചാർട്ട്. ട്രെൻഡ് സ്റ്റിൽ അപ് ട്രെൻഡിൽ തന്നെയാണ്, അപ് ട്രെൻഡിൽ ഹയർ ലെവൽ ബുള്ളിഷ്നെസ്സിൽ തന്നെയാണ് സ്റ്റിൽ നിൽക്കുന്ന. ഒരു ലാസ്റ്റ് 2 ദിവസം ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങും ഒരു ചെറിയൊരു നെഗറ്റിവിറ്റി ഒക്കെ വന്നിരുന്നെങ്കിലും സ്റ്റിൽ അത് നിൽക്കുന്നത് ഒരു ഹയർ ഒരു മൊമെന്റത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. മൊമെന്റത്തിൽ ഒരു വീക്ക്നെസ് വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബുള്ളിഷ്നെസ്സിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ സാധ്യത എന്ന് പറയുന്നത്, ഇന്നലെ ക്ലോസ് ചെയ്തത് 26,000, വെള്ളിയാഴ്ച ക്ലോസ് ചെയ്ത് 26,060 ഇന്ന് ഓപ്പൺ ചെയ്യാൻ സാധ്യത 26,100 റേഞ്ചിൽ ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ ദാറ്റ് ഈ ഒരു എന്താണ് ഫോളിംഗ് വെഡ്ജ് എന്നുള്ളൊരു പാറ്റേൺ ബ്രേക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. സോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലേക്കുള്ള ഒരു ട്രെൻഡ് അവിടെ സാധ്യത ഉണ്ട്. അപ്പോൾ ഓൾ ടൈം ഹൈ ആയിട്ടുള്ള 280 ആണ് കേട്ടോ. 280 നേരത്തെ ഓൾ ടൈം ഹൈ ആണ്. നമ്മൾ ഓൾമോസ്റ്റ് ഇപ്രാവശ്യം വന്നിട്ട് 250 വരെ വന്നു. നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഈ ട്രേഡിന്റെ ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഓൾമോസ്റ്റ് 120 ശേഷം 240 ആണ് അതിന്റെ ടാർഗറ്റ്. 120 പോയിന്റാണ് ടാർഗറ്റ് അടിച്ചിരുന്നത്. 130 പോയിന്റോളം അത് പോയിട്ടുണ്ടായിരുന്നു അതിന്റെ മൊമെന്റം എന്ന് പറയുന്നത്. സോ അതിനുശേഷം പിന്നെ മാർക്കറ്റ് നെഗറ്റീവായി പോകുന്നതാണ് കണ്ടത്. അപ്പോൾ തിരിച്ച് വീണ്ടും വന്നു കഴിഞ്ഞാൽ ഇതൊരു 180. ഇപ്പോൾ ഇന്ന് ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് 26,100 മേളിൽ കയറി കഴിഞ്ഞാൽ 26,180, 240 ഈ ആ പ്രീവിയസ് ഹൈ ആയിട്ടുള്ള, അതായത് ഓൾ ടൈം ഹൈ ആയിട്ടുള്ള 26,280 തൊട്ടടുത്ത് ഒരു 300, 310 റേഞ്ചിലൊക്കെ ആയിരിക്കും അതിന് മാക്സിമം ഒരു റെസിസ്റ്റൻസ് വരാനുള്ള സാധ്യത. അതൊരു പുതിയൊരു ചാർട്ടേഡ് ഏരിയ ആണ്. അപ്പോൾ 26,350 ആണ് ഞാൻ അവിടെ ഇട്ടിരിക്കുന്നത്. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു ലെവൽ പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ അപ്പോൾ ഇന്നത്തെ അനാലിസിസ് ഇത്രയേ ഉള്ളൂ. മാർക്കറ്റിൽ നിങ്ങൾക്ക് 2 ഓപ്ഷനാണ് വരിക. ഒന്ന് 26,100 മേളിൽ കയറി കഴിഞ്ഞാൽ അത് ഒരു അടുത്തൊരു ഈ ഒരു സ്വിങ്, ഇത് ഇവിടെ ഒരു സ്വിങ് വന്നതുപോലെ അടുത്തൊരു സ്വിങ് ആയിട്ട് ഇത് നേരെ വന്ന് ഈ ഒരു ഏരിയ ആയിട്ടുള്ള 26,180 ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം അതിൽ അടുത്ത മൊമെന്റം കയറിയിട്ട് 240 to 288 റേഞ്ച് വരെ പോകാനുള്ള സാധ്യതയുണ്ട്. 288 എന്നുള്ള ഒരു ആൾ ടൈം ഹൈ റേഞ്ചിൽ പോയിട്ട് അവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിട്ട് തിരിച്ച് ആ പ്രോഫിറ്റ് ബുക്കിംഗ് വാലിഡ് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ 350 ഇതിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നും ഇതിനകത്ത് ഷോർട്ടിങ് ഓപ്പർച്യൂണിറ്റി ഇല്ല. 26,000 താഴെ വന്നാൽ മാത്രമേ അതിനകത്ത് ഷോർട്ടിങ് ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. 25,960 താഴെ വന്നാൽ 880, 800 റേഞ്ചസ് ആണ് അതിന്റെ അടുത്ത ലെവൽസ് എന്ന് പറയുന്നത്. എങ്കിൽ മാർക്കറ്റ് സൈഡ് വൈസ് ആയി പോകും. സോ ഇപ്പോഴത്തെ മൊമെന്റം മാറിയിട്ട് മൊമെന്റം ബുള്ളിഷിലെ വീക്ക്നെസ് വന്നിരുന്നു എന്നുള്ളതല്ലാണ്ട് അതൊരു സൈഡ് വൈസ് മാർക്കറ്റിലേക്ക് മാറിയിട്ടില്ല. ഇത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് സൈഡ് വൈസ് ആയി പോകും. സ്റ്റിൽ ഇൻസൈഡ് ദി ട്രെൻഡ്. ഈ ഒരു ട്രെൻഡ് ലൈൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ആ ഒരു ട്രെൻഡ് ലൈനിന്റെ ഉള്ളിൽ തന്നെ സൈഡ് വേസ് എന്നുള്ള ഒരു പാത്തിലേക്ക് അത് കയറിപ്പോകും. സോ ഇതാണ് ഇന്നത്തെ അനാലിസിസ് എന്ന് പറയുന്നത്. ഇത് ഇരിക്കട്ടെ. അടുത്ത ക്രൂഡ് ഓയിൽ ഒന്ന് നോക്കാം. ക്രൂഡ് ഓയിൽ ക്രൂഡ് ഓയിൽ ഒരു കൺസോൾട്ടേഷൻ ഏരിയയിലാണ് നിൽക്കുന്നത്. നെഗറ്റീവ് ആണ്, അത് നെഗറ്റീവ് ഏരിയയുടെ അടുത്താണ് നിൽക്കുന്നത്. സോ ട്രെൻഡ് സ്റ്റിൽ നെഗറ്റീവിൽ തന്നെയാണ് നിൽക്കുക. അതിനനുസരിച്ചിട്ട് അതിൻ്റെ പൊസിഷൻസ് ബിൽഡപ്പ് ചെയ്യുക. സോ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുന്ന ഒരു നല്ല ട്രേഡ് വന്നാൽ മാത്രം ഇതിന് ഓപ്പോസിറ്റിൽ പോവുക, ഇല്ലെങ്കിൽ ഈ ഒരു ട്രെൻഡിനെ ഷോർട്ട് ചെയ്യാതിരിക്കുക. ഓക്കെ,
സോറി, ഇതിൽ ലോങ് പോവാതിരിക്കുക. കാരണം ഗ്ലോബൽ മാർക്കറ്റൊക്കെ നോർമലാണ്. സോ പ്രൈസ് ഒരു 5000-5200 റേഞ്ചിൽ തന്നെയാണ് നിൽക്കേണ്ടത്. ആ ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത്. 244 അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ലൈൻ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് 244, 264, 284 ഈ ഇൻട്രാഡേയിലെ ട്രേഡ്സ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ഏരിയ എന്ന് പറയുന്നത് 388, 2588, അതിനുശേഷം 364 റേഞ്ചാണ് മെയിൻ ആയിട്ടുള്ള വലിയ നമ്പേഴ്സ് എന്ന് പറയുന്നത്. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ അനാലിസിസ് എന്ന് പറയുന്നത്. നിഫ്റ്റിയിൽ തന്നെ ഫോക്കസ് ചെയ്യുക. നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള എല്ലാ സ്റ്റോക്കും അതിൻ്റെ ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത്. എല്ലാ സ്റ്റോക്സും ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ട്രേഡ് സേഫ്, ടേക്ക് കെയർ, ബൈ.